മലപ്പുറം കരിപ്പൂരിൽ ലഹരി കേസിലെ പ്രതിക്ക് ജാമ്യം ലഭിക്കാൻ പോലീസ് ഒത്തുകളിച്ചെന്ന ആക്ഷേപം. MDMA കേസിലെ പ്രതി മുഹമ്മദ് കബീറിന് ജാമ്യം ലഭിച്ചത് കരിപ്പൂർ പോലീസ് വരുത്തിയ വീഴ്ചയെ തുടർന്ന ആരോപണം. അറസ്റ്റിന്റെ കാരണം ബന്ധുക്കളെ രേഖാമൂലം അറിയിക്കുന്നതിനാൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുകയായിരുന്നു. എം അബ്ബാസ് അലി നേരത്തെ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് MDMA പിടിച്ച കേസിൽ ജയിലിലായ പ്രതികൾക്കാണ് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചത്. അറസ്റ്റിനുള്ള കാരണം പ്രതികളുടെ ബന്ധുക്കളെ രേഖാമൂലം അറിയിക്കാത്തതിനാൽ ജാമ്യം അനുവദിക്കണമെന്നാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ഉത്തരവ്. ജനുവരി 22-ന് 39 ഗ്രാം MDMA പിടികൂടിയ കേസിലാണ് MDMA കണ്ടെടുത്ത വീട്ടുടമ കബീറും സഹായി ബഷീറും ജാമ്യത്തിലിറങ്ങിയത്. കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയാൽ പോലും അന്വേഷണ ഉദ്യോഗസ്ഥൻ കാരണം ബോധിപ്പിച്ചാൽ 180 ദിവസം വരെ പ്രതിക്ക് ജാമ്യം ലഭിക്കാത്ത കേസിലാണ് 28-ാം ദിവസം പ്രതികൾ ജാമ്യത്തിലിറങ്ങിയത്. പ്രതിയായ കബീറിന് SHOയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. ലഹരി ബന്ധമുള്ള പ്രതിയുടെ വീട്ടിൽ നിന്ന് മാറി താമസിക്കണമെന്ന് SHOയ്ക്ക് നേരത്തെ വകുപ്പ് നിർദ്ദേശവും ലഭിച്ചതാണ്. പ്രതികളുമായി ബന്ധമുണ്ടെന്ന് ആരോപണം നേരിടുന്ന SHOയെ ഇതേ കേസിലെ ഡിറ്റക്റ്റീവ് ഓഫീസറാക്കിയത് വിവാദമായിരുന്നു. പിടിയിലായവരുടെ പോലീസ് ബന്ധത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ തുടരുന്നതിനിടെയാണ് പോലീസിന്റെ വീഴ്ച മൂലം പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ സമാനമായ കേസിൽ ഇതേ പഴുതു പ്രയോജനപ്പെടുത്തി ജാമ്യം നേടിയ സംഭവം പഠിച്ചാണ് കരിപ്പൂർ പോലീസ് ഈ നടപടി സ്വീകരിച്ചതെന്നും ആരോപണമുണ്ട്. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.